എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈം നമ്പർ പ്രോഗ്രാമിംഗ് ജാവ. നമുക്ക് എങ്ങനെ ഒരു നമ്പർ കണ്ടാൽ അത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും, അതാണ് നമ്മളിവിടെ ഒരു ജാവ പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം എന്താണ് ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് എ നമ്പർ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഡിവൈഡഡ് ബൈ 1 ഓർ ഇറ്റ് സെൽഫ് ഓൺലി. അതാണ് പ്രൈം നമ്പറിൻ്റെ പ്രത്യേകത. ആ നമ്പർ എന്തായാലും 1നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു നമ്പറാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ നമ്പറിനെ ഒന്നുകിൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ് സെൽഫ് ഡിവൈഡ് ചെയ്യാം. അതായത് ഇപ്പോൾ 5 ആണെങ്കിൽ ആ 5നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 5/5 = 1 എന്നുള്ള രീതിയിലും ഡിവൈഡ് ചെയ്യാം എന്നല്ലാതെ വേറൊരു നമ്പർ വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത്ര നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. In other words, prime numbers can be divided by other numbers than itself or 1. അതായത് പ്രൈം നമ്പറിനെ നമുക്ക് വേറെ ഏത് നമ്പർ വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഇറ്റ് സെൽഫ് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഫോർ എക്സാമ്പിൾ 2, 3, 5, 7, 11, 13, 17 ഇതൊക്കെ പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് തന്നെ മനസ്സിലാകും അതിനേക്ക് ഒന്നെങ്കിൽ 1 കൊണ്ടേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ സെയിം ഇപ്പോൾ 2/2 ചെയ്യാം, 3/3 ചെയ്യാം, 5/5 ചെയ്യാം, 7/7 ചെയ്യാം എന്നല്ലാതെ വേറെ ഏത് നമ്പറുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, പോസിബിൾ അല്ല. അപ്പോൾ ഈ ചെറിയ നമ്പേഴ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാം. എന്ത് 2, 3, 5, 7, 11, 13, 17 എന്നൊക്കെ വരാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി ബിഗ്ഗർ നമ്പർ തരാണ്. അത് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇത് പ്രൈം ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ലോജിക്കലി ചെയ്യാം. അതായത് അതുവരെ ബൈ ഹാർട്ട് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ലോജിക്കലി അത് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഒരു പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്താ വെച്ചാൽ 0ഉം 1ഉം പ്രൈം നമ്പേഴ്സ് അല്ല. അത് നമ്മൾ ആദ്യം തന്നെ പറയുകയാണ്. കാരണം നമ്മൾ ഫസ്റ്റ് പറഞ്ഞു 1നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പറാണ് ഈ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് 2 ഈസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ ബിക്കോസ് ഓൾ അതർ ഈവൻ നമ്പേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 2. 2 എന്ന് പറയുന്ന നമ്പർ അത് മാത്രമാണ് ഓൺലി ഈവൻ പ്രൈം നമ്പർ. കാരണം വേറെ ഏത് ഈവൻ നമ്പർ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. നമുക്കറിയാം ഈവൻ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്. അതുകൊണ്ട് 2 മാത്രമേ പ്രൈം നമ്പറായിട്ട് ഈവൻ നമ്പേഴ്സിൻ്റെ കേസിൽ വരുന്നുള്ളൂ. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. അപ്പോൾ നമുക്കിപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്താണെന്നൊരു ഐഡിയ കിട്ടി. അപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ നമ്പേഴ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യാം. പിന്നീട് അങ്ങോട്ടുള്ളതാകുമ്പോൾ നമുക്ക് മസ്റ്റായിട്ട് ഇങ്ങനെ ഒരു ലോജിക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന കേസുകളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു നമ്പർ തന്നിട്ട് നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പ്രോഗ്രാം നിങ്ങൾ ചെയ്യുമ്പോൾ ഏത് നമ്പർ വെച്ചിട്ടും ചെയ്യാം. നമ്മളിവിടെ ഒരു നമ്പർ ചൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്തെടുത്തിട്ട് അതായത് യൂസറോട് ചോദിച്ചിട്ട് അവർ പറയുന്ന നമ്പർ വെച്ചിട്ടും പ്രോഗ്രാം ചെയ്യാം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ ബേസിക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള നമ്പർ വെച്ചിട്ട് ചെയ്യാം. മറ്റേത് നമുക്ക് വേറെ പ്രോഗ്രാമായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രോ ഒക്കെ കൊടുത്തു, പബ്ലിക് ക്ലാസ് പ്രൈം എക്സാമ്പിൾ, പിന്നെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ വേരിയബിൾസൊക്കെ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് ഐ, m=0, ഫ്ലാഗ് =0 എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ഇൻറ്റ് n=3. ആ നമ്പറാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്തിട്ടൊക്കെ ചെയ്യാം, സ്കാനറൊക്കെ വെച്ച് ഒബ്ജക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യാം. അത് നമുക്ക് വേറൊരു പ്രോഗ്രാമായിട്ട് തന്നെ ചെയ്യാം. ഈ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കൊടുത്തത് കുറച്ചുകൂടെ ബിഗർ നമ്പർ കൊടുക്കാമല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് നിങ്ങളതന്നെ വെച്ചിട്ട് പുതിയ നമ്പർ എന്താ വെച്ചാൽ നിങ്ങൾ മനസ്സിൽ കരുതിയ നമ്പർ വെച്ചിട്ട് ചെയ്യുക. സിസ്റ്റത്തിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലും അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി m=n/2 ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് ഈ n/2 ചെയ്യുന്നത്? അതായത് ഇപ്പോൾ 3ൻ്റെ കേസൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നോക്കണ്ട. ഇപ്പോൾ കുറച്ച് വലിയ നമ്പേഴ്സൊക്കെ ആകുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ലോജിക്ക് ആവശ്യം വരുന്നത് അവിടെയാണ് കൂടുതലും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ വലിയ നമ്പറൊക്കെ ആകുമ്പോൾ വെറുതെ അത്രയും നമ്പർ വരെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ആ കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ പകുതി വരെ ഡിവൈഡ് ചെയ്താൽ തന്നെ ഡിവിഷൻ ബൈ പോസിബിൾ ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ m=n/2 എന്ന് ചെയ്യുന്നത്. n വരെ വെറുതെ പ്രോസസ്സ് ചെയ്യേണ്ട, നമുക്ക് അത്രയും ഫ്രീ ടൈമോ അല്ലെങ്കിൽ സിസ്റ്റത്തിനും വെറുതെ ഇങ്ങനെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ ടൈം. അത്രയും ടൈം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് n/2 ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ പകുതി അങ്ങോട്ട് എടുത്തു.
പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ പോവാണ്. ഇഫ് n ഈക്വൽ ടു 0 ആണോ, അതായത് n ഒന്ന് 0 ആണോ, അല്ലെങ്കിൽ n ഈക്വൽ ടു 1 ആണോ, ഇങ്ങനെ രണ്ട് രീതിയിൽ ചെക്ക് ചെയ്യും. അപ്പോൾ n 0 ആണെങ്കിലും 1 ആണെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആദ്യം പറഞ്ഞെന്താണ്, അതായത് ബാക്കി പ്രോസസ്സുകൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതാണ് മീൻ ചെയ്തത്. 0യും 1ഉം ഒരിക്കലും പ്രൈം നമ്പേഴ്സ് അല്ല. 1നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ n 0 ആണെങ്കിലും 1 ആണെങ്കിലും എന്ത് പ്രിൻ്റ് ചെയ്യണം? ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ഇതൊരു പ്രൈം നമ്പർ അല്ല. ഓക്കെ. അപ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള നമ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻസിൻ്റെ ആവശ്യം ഉള്ളൂ. അപ്പോൾ n 1ഉം അല്ല 0യും അല്ല എങ്കിൽ എൽസ് പാർട്ടിൽ എന്താ വരിക? നമ്മളുടെ ആ ഒരു ലോജിക്ക് വരുന്നത് അവിടെയാണ്. ഫോർ i ഈക്വൽ ടു 2 നമുക്ക് 2 മുതൽ ചെയ്താൽ മതി. കാരണം 0യും 1ഉം എന്തല്ല പ്രൈം നമ്പർ അല്ല. അപ്പോൾ അതൊക്കെ അതവിടെ നമ്മൾ വിട്ടു. i ഈക്വൽ ടു 2 വെച്ച് ചെയ്യാണ്. കാരണം 1 കൊണ്ട് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്നില്ല. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആദ്യം പറഞ്ഞു പ്രൈം നമ്പർ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വെറുതെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. 2 തൊട്ട് നമ്മൾ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഫോർ i ഈക്വൽ ടു 2, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു m, i പ്ലസ് പ്ലസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? i mനേക്കാൾ ചെറുതായിരിക്കണം. നമുക്കറിയാലോ, അങ്ങനെ വരെയുള്ള ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് n മോഡുലസ് i ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും. n എന്ന നമ്പർ ഐനായിട്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മോഡുലസ് 0 കിട്ടുന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്യേണ്ട എന്താണ്? ഇറ്റ്സ് നോട്ട് എ പ്രൈം നമ്പർ. അത് പ്രൈം നമ്പർ അല്ല. ഫ്ലാഗ് ഈക്വൽ ടു 1. ഫ്ലാഗ് നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്തു, റിട്ടേൺ അടിച്ചു, ബ്രേക്ക് അടിച്ചു. ഓക്കെ. അതല്ല, നമ്മൾ n മോഡുലസ് i ഈക്വൽ ടു 0 കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്പർ വെച്ച് നോക്കും. i പ്ലസ് പ്ലസ്, അതായത് എന്താണ്? ഫോർ ലൂപ്പിലേക്ക് പോവുക, i പ്ലസ് പ്ലസ് ചെയ്യുക. അതായത് i പ്ലസ് പ്ലസ് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. പ്ലസ് 1 ചെയ്ത് 3 ആണ്. അതും നമ്മൾ മോഡുലസ് കാണുക. അപ്പോഴും 0 കിട്ടുന്നുണ്ടോ? കിട്ടണില്ലെങ്കിൽ നെക്സ്റ്റ് പോവുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അങ്ങനെ ചെയ്തിട്ട് ഏതുവരെ? n/2 വരെ നമ്മളിവിടെ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ലാസ്റ്റ് വരെ നമ്മൾ ചെയ്തിട്ടും എന്താവുന്നില്ല? n മോഡുലസ് i ഈക്വൽ ടു 0 വരുന്നില്ല എങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് ഓപ്ഷനൊന്നും ഇല്ല. നമ്മൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഏതുവരെ ചെക്ക് ചെയ്യും? i ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്നുള്ളത് ഫാൾസ് ആവുന്നത് വരെ ചെക്ക് ചെയ്യും. ഫാൾസ് ആവുന്ന നിമിഷം നമ്മൾ അതിന് എക്സിറ്റ് അടിക്കും. എന്നിട്ട് നമ്മൾ നോക്കും ഈ ഫ്ലാഗ് ഈക്വൽ ടു 0 ആണോ? ഫ്ലാഗ് അതുവരെ 1 ആയിട്ടില്ലല്ലോ, 0 ആയിട്ട് തന്നെ ഇങ്ങനെ കിടക്കുകയാണ് എങ്കിൽ സിസ്റ്റം ഔട്ട് പ്രിൻ്റ് ഇറ്റ് ഈസ് പ്രൈം നമ്പർ. അതൊരു പ്രൈം നമ്പറാണ് എന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക? 3 ഈസ് എ പ്രൈം നമ്പർ. ഓക്കെ. കൺസെപ്റ്റ് സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവണമെന്നാണ് കരുതുന്നത്. ജസ്റ്റ് i ഈക്വൽ ടു 2 വെച്ചിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ 0 കിട്ടുകൊണ്ട് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ തീർന്നു, പ്രോസസ്സ് അവിടെ തീർന്നു. പ്രൈം ഈസ് നോട്ട് എ പ്രൈം നമ്പർ ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് വന്നു. പിന്നെ നമുക്ക് അവിടെ ലോജിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത് 0 അല്ലെങ്കിൽ പിന്നെ i പ്ലസ് പ്ലസ് ചെയ്യും, ഇങ്ങോട്ട് പിന്നെ ആ i കൊണ്ട് ചെയ്യും, പിന്നെ i പ്ലസ് പ്ലസ് ചെയ്യും, ഇങ്ങോട്ട് കിട്ടുന്ന i കൊണ്ട് ചെയ്യും. അതങ്ങനെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ? m എന്ന ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത് വരെ. ക്രോസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ താഴേക്ക് വരും. ഫ്ലാഗ് 0 തന്നെയാണോ കൺഫേം ചെയ്യും. എന്നിട്ട് നമ്മളങ്ങ് എൻ്റർ അടിക്കും, പ്രിൻ്റ് അടിക്കും. ഇത്രയാണ് നമുക്ക് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ പ്രീ ഡിഫൈൻഡ് അല്ലാതെ നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമ്പർ എടുത്തിട്ട് യൂസർ പറയുന്ന നമ്പർ വെച്ചിട്ടൊക്കെ എങ്ങനെ പ്രൈം നമ്പർ കാണാമെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക്